ഹായ് ഫ്രണ്ട്സ്, ഇവിടെ നല്ല മഴയാണ് കേട്ടോ. നല്ല പെരും മഴയായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇതാ മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലായിടത്തും മഴ ഉണ്ടാവില്ലേ. അപ്പോൾ ഇവിടെ നല്ല തണുപ്പാട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ വയനാട്ടിലാണ് ഞങ്ങൾ. അപ്പോൾ മോള് ഉറങ്ങിയിരിക്കണേ, മോനക്ക് ഇന്ന് ഈവനിങ് ക്ലാസ്സും ഇല്ല, അപ്പോൾ ഫ്രീ ആണ്. അപ്പോൾ ഇപ്പോൾ ഒരു ചക്ക ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വിചാരിച്ചു. അതിൻ്റെ ചവണിയും കുരുവൊക്കെ ഞാൻ കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചാൽ ചക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ട് കൊടുക്കുക. ഒക്കെ കൂടെ ഒന്നിച്ചിട്ട് കൊടുത്താൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വയ്ക്കില്ല. അപ്പോൾ കുറച്ച് ചക്ക ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗവും ഒരേപോലെ ഫ്രൈ ആയി കിട്ടാൻ ഇതുപോലെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചക്ക ഇതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ചുള കട്ടിയില്ലാത്ത ചക്കയാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുന്നുണ്ട്. ചുള കട്ടിയുള്ള ചക്കയാകുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടൂല കേട്ടോ. കുറച്ച് ടൈം കൂടുതൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഏത് ചക്ക ആയാലും നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെ ആയിരിക്കും. എല്ലാവരും ഉണ്ടാക്കലുണ്ടാവുമല്ലോ അല്ലേ. ചക്ക ഫ്രൈയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണല്ലോ അല്ലേ ഇത്. നമ്മൾ കുറച്ച് ചക്ക ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ആ എണ്ണയിലെ മഞ്ഞളും ഉപ്പൊക്കെ തീർന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി പിന്നെ ഒരു പിഞ്ച് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം അടുത്ത ട്രിപ്പ് ചക്ക ഇട്ട് കൊടുക്കാൻ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് പൊരിക്കുന്ന ചക്കയിൽ മഞ്ഞളും ഉപ്പൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ അതുപോലെ നമ്മുടെ ചക്ക മുഴുവനായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ചായ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചായയും ചക്കപ്പൊരിയൊക്കെ കഴിക്കുകയാണ്. ഈ മഴയത്ത് നല്ല രസമാട്ടോ ചക്കപ്പൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ കഴിക്കുന്നത്. ഇനി എരിവ് ഇഷ്ടമുള്ളവരാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ കുറച്ച് മുളക് പൊടി ഇതിന് മുകളിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അങ്ങനെ കഴിക്കാനും നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം.